പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഇനി നേരെ ഉത്തരാഖണ്ഡിലേക്ക് പോകാം. കാരണം മേഘവിസ്ഫോടനത്തിൽ ഇപ്പോഴും 4 മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് 100ഓളം മനുഷ്യരുണ്ടെന്നാണ് സംശയം. മാധ്യമപ്രവർത്തകരടക്കം ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴയും ഒപ്പം തന്നെ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെയും ഉണ്ട്. ശരത്ലാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന്. ശരത്ത്, നമ്മൾ നേരത്തെ ഒക്കെയും സംസാരിക്കുമ്പോൾ അവിടെ കടുത്ത മഴയും മലവെള്ളപ്പാച്ചിലും ഒക്കെ തുടരുകയായിരുന്നു. ഇപ്പോഴും ശരത്തിന്റെ ഫ്രെയിം കാണുമ്പോൾ ആ സാഹചര്യത്തിന് ഒരു മാറ്റവും ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. എങ്ങനെയാണ് കുറച്ചെങ്കിലും ആ ദുർഘടമായ പാത അത് ഒന്ന് ക്ലിയർ ആക്കാൻ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദുരന്ത മേഖലയിലേക്ക് കടക്കാൻ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? സേതുലക്ഷ്മി, ഇപ്പോൾ പാത സൈന്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പാതയിൽ നിന്ന് സൈന്യത്തോടൊപ്പം തന്നെ ദുരന്ത മേഖലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വരുന്ന വഴികളൊക്കെ നമുക്കറിയാം. ഈ പാറകൾ റോഡുമേൽ വീഴുകയാണ്, പാറകൾ വീണ് കിടക്കുകയാണ് റോഡുമേൽ. അതേപോലെ കനത്ത മലവെള്ളപ്പാച്ചൽ നമുക്ക് കാണാൻ കഴിയും. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കനത്ത മഴവെള്ള പാച്ചലുകൾ നമുക്ക് ഇതിലേക്ക് നമുക്കറിയാം. ഈ ഗ്രാമത്തിനിടയിലൊക്കെ കൂടി തന്നെ മലവെള്ളം കുത്തി ഒഴുകുന്ന ഒരവസ്ഥയാണുള്ളത്. രുദ്രഭാവത്തിൽ തന്നെയാണ് മഴവെള്ളത്തിൻ്റെ കുത്തിയൊഴുപ്പ്. ഒരു മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. കാരണം എപ്പോഴും പൊട്ടി വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാർമേഘമാണ് എവിടെയും. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തു സംഭവിക്കാം, മഴയ്ക്ക് യാതൊരു ശമനവുമില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രകാരം ഇനി അടുത്ത 4 മണിക്കൂർ കനത്ത മഴയുണ്ടാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയ ഏറ്റവും വലിയ ഒരു അലേർട്ട്, റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രണമാണ് ഇവിടെ റോഡുകളിലും വീടുകളിലും ഒക്കെ ഉള്ളത്. പുറത്തിറങ്ങരുത് എന്നുള്ള കാര്യമാണ് റോഡുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് സൈന്യം ഏതായാലും സംഭവ സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നൊരു സന്തോഷ വർത്തമാനമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ഈ റോഡ് ബ്ലോക്കുകളൊക്കെ മാറ്റിക്കൊണ്ട് അവർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇത്രയും ഒരു ശുഷ്കാന്തിയോടെ ഇത്ര ആശ്വാസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കാണുന്ന ദൃശ്യങ്ങളല്ല, പക്ഷേ ആ റോഡിലെ പ്രതിബന്ധങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് സൈന്യത്തിന് അവിടേക്ക് ആ ദുരന്ത മേഖലയിലേക്ക്, ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. നമുക്ക് അറിയാവുന്ന പോലെ കുറേ അധികം കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 50ഓളം ഈ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകളൊക്കെ, ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങളൊക്കെ.